ഞാൻ ഇവിടുത്തെ എന്താ പറയാ സ്കീ മാസ്റ്ററാണ്. പ്രാവശ്യം വീണിട്ടാണ് പഠിക്കാം. എല്ലാവർക്കും മുംസ്പൈ ഒഫീഷ്യലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് സ്കീ ചെയ്യാൻ പോവാണ്. എന്റെ കയ്യിലുള്ളത് കൺമണിയുടെ സ്കീ ആണ് കേട്ടോ. ധനേഷന്റെ സ്കീ ഉണ്ട്. പാവപ്പെട്ട എനിക്ക് സ്കീ ഇല്ല ഗൈസ്. കാരണം ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 2 വർഷത്തിന് മേലെയായി. പക്ഷെ ഞാൻ ഇതുവരെ സ്കീ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, എങ്ങോട്ടാ പോണത്? ആക്കെ ചെയ്യാൻ പോവാ. ഓക്കെ, പതുക്കെ കേറിക്കോ. ആക്കേപ്പുറത്തുണ്ടോ? എന്നാ പോയിട്ട് എടുക്കുക. അവിടെ വണ്ടിയുടെ ബാക്കിലുണ്ട്. ആ, വണ്ടിയുടെ ബാക്കിലുണ്ട് കേട്ടോ. എവിടെ നോക്കാം. ഓപ്പൺ ആക്കിട്ടുണ്ട് അച്ഛാ. നീ അതിൽ നിന്നാ മതി, അമ്മ വലിച്ചോളും. ഉണ്ടാ ദാ ആക്കേബ്രത്ത്. ആ, ബിഗ് അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഇരുന്നോ, അമ്മ വന്നിട്ട് വലിക്കും. ഓ, ഇഷ്ടങ്ങൾ സ്കീ ചെയ്യാൻ അറിയോ? നോർവേയിൽ വന്നിട്ട് എത്ര നാളായി? 2 years ആയി. ഇതുവരെ സ്കീ ചെയ്യാൻ പഠിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ട്രൈ ചെയ്യാട്ടോ. അറിയോ സ്കീ ചെയ്യാന്? നോർവേയിൽ വന്നിട്ട് എത്ര നാളായി? ഇപ്പൊ 2 വർഷം 3 വർഷം ആവാറാവണു. ഈ വർഷം 3 വർഷമാവും. ഈ വർഷം ഇതുവരെ സ്കീ ചെയ്തിട്ടില്ലല്ലോ, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലല്ലോ. കമ്മണി മോൾക്ക് അറിയോ? കുറച്ച്. എങ്ങനെ പഠിച്ചേ? എങ്ങനെ? സ്കൂളിലേക്ക് പോയിണ്ടാന്ന്. ആ, അങ്ങനെ പഠിച്ചതാ. ഓക്കെ ഓക്കെ. അത് എന്തൊക്കെയാണല്ലോ സ്കീക്ക് എന്തൊക്കെയാ വേണ്ടത്? അങ്കിള് പിടിച്ചിട്ടുണ്ട്. അതിനെന്താ പറയാ വടീന? സ്കീ പോൾ. ഓക്കെ, അപ്പൊ നിനക്കും അമ്മയ്ക്കും ട്രൈ ചെയ്യാന്നല്ലേ? ഞാനിന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. എന്താവും തമ്പുരാനറിയാം. കാശിയാണ് കേട്ടോ ഏറ്റവും സുഖകരമായിട്ട് യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ നടന്ന് കഷ്ടപ്പെടണം, അവനെ ആരെങ്കിലും വരച്ചു പോകും. അതാ ധനേഷേട്ടൻ അറിയോ സ്കീ ചെയ്യാന്? സ്കീ ഒക്കെ വലിയ കാര്യത്തിൽ കൈപിടിച്ച് നടക്കണല്ലോ. ഞാൻ ഇവിടുത്തെ എന്താ പറയാ സ്കീ മാസ്റ്ററാണ്. അല്ല കമണി, അച്ഛക്ക് അറിയാലോ സ്കീ ഓടിക്കാന്. ഞാനിവിടെ വന്നിട്ട് ആക്ച്വലി 4ാമത്തെ വർഷമാണ് ഇതിപ്പോ. 4ാമത്തെ വർഷത്തിൽ ആദ്യത്തെ വർഷം, അതായത് ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോ ഞാൻ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ് ഒരു വഴിക്കായിട്ടുണ്ട് ആ ഒരു വർഷം. അന്ന് വേറെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല, ഫാമിലി ഇല്ലാത്ത കാരണം നമുക്ക് പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് ഒന്നും ഉണ്ടായിരുന്ന കാരണം കൊണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ നമ്മൾ പോയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അന്ന് മേടിച്ചാണിത്. അന്ന് ആ ഒരു വർഷത്തിന് ശേഷം ഇപ്പത്തെ 4ാമത്തെ വർഷം ഇപ്പോഴാണ് എടുക്കുന്നത്. അതായത് കഴിഞ്ഞ 2 വർഷം ഇവർ വന്നതിന് ശേഷം കഴിഞ്ഞ 2 വർഷം ഇത് പുറത്തേക്ക് എടുത്തിട്ടില്ല. അപ്പൊ ഇന്ന് കമ്മണി പഠിച്ചിട്ടുണ്ട്. കമ്മണി അതായത് അവളുടെ കിൻഡർ ഗാർഡനിൽ അവരെ പഠിപ്പിക്കും പിള്ളേരെ. അപ്പൊ കോഴ്സിന് പോയിട്ട് പഠിപ്പിച്ച കാരണം കൊണ്ട് അവൾക്ക് ഒരേ നിർബന്ധം, അവൾക്ക് ഇത് പഠിക്കണം. അപ്പൊ ഞങ്ങൾ ഇത് കഴിഞ്ഞ ദിവസം ഒരു സ്കീ ഒക്കെ മേടിച്ചു, അതിന്റെ സ്പോളും ഷൂ ഒക്കെ മേടിച്ച് അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങാണ് കളത്തിലോട്ട്. വീണൊരു വഴിക്കാവും. നോർവീജിയൻസ് ഇതിന് കാര്യത്തിൽ പുലികളാണ് കേട്ടോ. കാരണം നമ്മളിവിടെ ഒരു പറയുന്നത് തന്നെ കേൾക്കാം, അതായത് നോർവീജിയൻസ് കാലിൽ സ്കീ ആയിട്ട് ജനിച്ചവരാണെന്നുള്ളൊരു ടോക്ക് തന്നെ ഉണ്ട്. അതായത് അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളാകുമ്പോൾ തന്നെ അങ്ങ് സ്കീയും കാലിൽ വെച്ചിട്ടാണ് വിടുകയാണ്. അവരങ്ങോട്ട് പഠിച്ചോളൂ. അത് കാരണം കൊണ്ട് തന്നെ നമ്മളിപ്പോ ഈവൻ വിന്റർ ഒളിമ്പിക്സിലൊക്കെ കൂടുതൽ വിന്നേഴ്സൊക്കെ നോർവേക്കാരായിരിക്കും സ്കീയിലൊക്കെ. ആ, നമ്മൾ കുറെ വീഴും, കുറെ പ്രാവശ്യം വീണിട്ടാണ് പഠിക്കുക. മോള് കുറെ പ്രാവശ്യം വീണില്ലേ? ആ, എത്ര പ്രാവശ്യം ചെയ്ത് പഠിക്കുന്ന സമയത്ത്? കുറെ പ്രാവശ്യം വീണു അല്ലേ? ആ, അതാണ് നമുക്ക് പഠിക്കാറ്. അച്ഛക്ക് അറിയുന്നില്ല, പക്ഷെ നമ്മളിന്ന് പഠിക്കും. ഓക്കെ, കമ്പനിക്ക് ഇതേ ഇപ്പൊ തന്നെ സ്കീ ഇടണമെന്നാണ് പറയുന്നത്. ഇവിടെ നിന്നൊക്കെ സ്കീ ഇട്ട് കഴിഞ്ഞാൽ നോണില്ലല്ലോ, റോഡല്ലേ. അപ്പൊ അതിന്റെ ഒരു സ്കീക്ക് ഒരു ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ നാശാവും. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. നോർവീജിയൻസിന്റെ വീടാണ്. അവിടെ കണ്ടോ പുറത്ത് സ്കീ ഇരിക്കുന്ന കണ്ടോ? എല്ലാ വീട്ടിലും ഉണ്ടാവും ഇതുപോലെ സ്കീ. നമ്മുടെ വീട്ടിൽ പുറത്ത് കൈക്കോട്ടൊക്കെ ഇരിക്കണ പോലെ. വീടിന്റെ ഫ്രണ്ടിലൊന്നും നമ്മൾ കൈക്കോട്ടൊന്നും വെക്കാറില്ല.
അവളെന്തോ കാണിച്ചു തരാം. എന്താ വേണ്ടേ? അയ്യോ അണ്ണാറണ്ണ എലി. ഓ റോട്ടിലൊരു എലി ചത്ത് കിടക്കുന്നത് കമ്പനി നോട്ട് ചെയ്തിട്ട് കാണിച്ചു തരുന്ന കേട്ടോ. അപ്പൊ ഇവിടെ ഉണ്ട് എലികള്. അത് മനസ്സിലായല്ലോ, നോർവേയില് എലികളുണ്ടെന്ന് നിങ്ങൾക്ക് എലികളുണ്ട് നോർവേയില് ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ മുന്നേ താമസിച്ചിരുന്ന വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. മുന്നേ താമസിച്ചിരുന്ന വീട്ടില് എലി ഉണ്ടായിരുന്നു. ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ ഞാൻ എലീനെ കണ്ടിട്ടുണ്ട്. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് വരയ്ക്കും. അത് നമ്മൾ വീട്ടിന്റെ ഉള്ളിലല്ല, ഞാൻ പുറത്താണ് കേട്ടോ കണ്ടത്. അത് കാരണം ഞാൻ പിന്നെ ഒന്നും കംപ്ലൈന്റ് ചെയ്യാനൊന്നും പോയിട്ടില്ല. നോക്കണം ഇനി അഥവാ വീട്ടിലേക്ക് ഇവിടെ ഒരു ഫുഡ് തരാൻ പോയിട്ട് അത് വണ്ടി ആയിരിക്കും ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ഇതല്ല, അതായത് വീടിന്റെ മുകളിൽ ഐസ് നിന്നിട്ട് അത് കൂടി താഴെയിട്ട് പൊട്ടിച്ചാടി വീണതാണ്. ഇനി കണ്ടിട്ടാ വീഴാനേ. ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണാം. അത് മൊത്തം വീണിട്ടില്ല. അത് മൊത്തം വീണിട്ട് റൂഫിന്റെ ഷേപ്പില് ഇങ്ങനെ കാണാം. കണ്ടോ? ഓ അത്രയും കട്ടിയിലാണ് ഐസ് ഉണ്ടായിരുന്നത് അതിന്റെ മുകളിൽ. സ്നോ സോറി. ഓക്കെ, അപ്പൊ ഇതാണ് കമ്പനിയുടെ കുട്ടികൾക്കുള്ള സ്കീ ആണ്. അപ്പോൾ അതായത് ഇതാണ് നമ്മൾ ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഷൂവിൻ്റെ മുകളിൽ ഒരു റോഡ് കണ്ടോ, അതാണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ സ്നോ ഒക്കെ തട്ടി കളയണം. എന്നിട്ട് നമ്മൾ അതിൽ വെക്കുക. നമ്മൾ വെച്ച് അതൊന്ന് ഇങ്ങനെ ഇതാക്കി ഫ്രണ്ട് ഇങ്ങനെ ഇതാക്കി കൊലിപ്പിക്ക്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് ട്രൈ ചെയ്യും. ഇടാതെ പോവാൻ പറ്റും. എങ്ങനെ അറിയോ? ഇത് നമ്മളിത് എങ്ങനെ വെക്കുന്നു? ഒരു ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് സ്കീ ലോക്കായി. കവറ് കീപ്പോള് അതിനുള്ളത് കൈ ഇങ്ങനെ ഇടണം. അതായത് അത് വീഴല്ല നമ്മളുടെ കഴിയുന്നത്. ഓക്കെ, നമ്മളിത് ഈ പോൾ ഇങ്ങനെ ഇട്ടുകൊടുക്കണം. അതായത് വീണ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്ലൈഡ് ചെയ്ത് പോകാൻ പാടില്ല. അതെ, അതുപോലെ തൂക്കി വെക്കാണ്. കണ്ടോ? ഇങ്ങനെ പിടിക്കും. വെക്കോ. അതെ, എത്രയും കമ്പനിയും കൂടി ട്രൈ ചെയ്യാനേ. രണ്ടുപേര് രണ്ട് ട്രാക്ക് ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. ആൾക്കാര് വരുന്നു പോട്ടെ. അങ്ങനെ ബ്രേക്ക് ചെയ്യുക കമ്പനി. അങ്ങനെ തന്നെ പഠിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ പോയിട്ട് പതുക്കെ നടന്ന് പഠിക്കുക. അത് നമ്മൾ ഗ്രിപ്പ് ഉണ്ടാക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് നടന്ന് ഇങ്ങനെ ഗ്രിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സ്നോയുമായിട്ടൊന്ന് ഇടപഴകാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബാലൻസ് ചെയ്യണം. നീ ഇറക്കത്തിന് പോയിട്ടുണ്ടായിരുന്നോ മുന്നേ അവിടെ? ബ്രേക്ക് ചെയ്യാൻ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? അവന് മാറിക്കോ. അനേഷേട്ടാ ഒരു 10 പ്രാവശ്യം വീണ് കഴിഞ്ഞാൽ നമുക്ക് സ്കീയിങ് പഠിക്കാം. സ്കീന്ന് വീണ് കഴിഞ്ഞാലും എണീക്കാനൊരു മെത്തേഡുണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെ എണീക്കുക അടുത്ത കാണിച്ചോ. വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ എണീക്കാം. ഓക്കെ, അതിലാണ് നമ്മൾ സ്കീപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക.
അത്രയ്ക്ക് അവനെ എങ്ങനെ എണീക്ക? ഓ മൈ ഗോഡ്. നാട്ടിൽ നമ്മൾ പറയില്ലേ വീണതല്ല മണ്ണ് ടെസ്റ്റ് ചെയ്താണ്. അതുപോലെ അനേഷട്ട് എങ്ങനെയുണ്ട്? നല്ല രസം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 100 വട്ടം നമ്മൾ വീഴും. എനിക്കിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് ആദ്യമൊക്കെ ചെയ്തപ്പോൾ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെ വളയാന്നുള്ളത്. എനിക്കൊന്നും ഓർമ്മയില്ല. ബ്രേക്ക് ചെയ്യാൻ പോലും എനിക്ക് അറിയില്ല എന്ന് പറയുന്നത്. ഓരോ മെത്തേഡ് ഉണ്ട് ഓരോന്നിനും ചെയ്യാൻ. ബ്രേക്ക് ചെയ്യാൻ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കണം. വളക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലെഗ് ചെരിച്ച് പിടിക്കണം. നമ്മുടെ പ്രായത്തിനും നമുക്ക് ഈ മെയ്വർക്ക് അത്ര കിട്ടില്ല. പക്ഷെ പിള്ളേർക്ക് പറഞ്ഞെടുക്കാം. കമ്പനി പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അമ്മേ ഓക്കെ ഞാൻ തിരിച്ചു കയറി വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലോ ആ വീഴ്ച കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ വൈറലാക്കണം നമുക്ക്. അവൾക്ക് വേണ്ടാന്ന്. നിസ്സാരം. അങ്ങനെ അടുത്ത ആള് ട്രൈ ചെയ്യേണ്ടതാണ്. അടുത്തത് വിഷ്ണു. അവിടെ പോയി ട്രൈ ചെയ്യാം. എനിക്ക് ഈ ഷൂ പാകാവില്ല എനിക്കും ആകാവത് എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. മഞ്ഞ ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് മഞ്ഞ. ഹാർഡായിട്ടുള്ളതാണ് വെച്ചാല് പണിയാവും. കാശിന് കവാവാ ഇത് ഇരിക്കണോക്ക് കാച്ചി മഞ്ഞേ ഇത് നല്ല സോഫ്റ്റ് മഞ്ഞ, അതുകൊണ്ട് വീടാനും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്, ഒന്നും പറ്റില്ല. അല്ല കാച്ചി, കാച്ചി എന്താ ഒന്നും മിണ്ടാത്ത മോനെ? ഈ ചെയ്യണം മോനെ, ഈ ചെയ്യണോ? നമുക്ക് അടുത്ത നെക്സ്റ്റ് കാച്ചിക്ക് ഷീ മേടിക്കാം കേട്ടോ. നമ്മള് നോർവേയിൽ വന്നതിനെ പറ്റിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കമന്റ്സിൽ. എന്താ നമുക്ക് അതിനെ പറ്റി എന്തെങ്കിലും പറയണം. ഞങ്ങൾ കുറെ നാളായി പറഞ്ഞു അങ്ങനെ പറയണത്, ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ സമയം കിട്ടാറില്ല. 2 പിള്ളേരുണ്ട്. അപ്പോ അവരുടെ എന്താ പറയാ കിൻഡർ ഗാർഡനിലാക്കലും വരലും പിന്നെ നമ്മുടെ ജോലിയൊക്കെ ആയിട്ട് തിരക്കാണ്. ഞാൻ 2021 നോർവേയിൽ വന്നത്. ഞാനിവിടെ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ടെക്നീഷ്യനായിട്ട് അങ്ങനെ സ്കിൽഡ് വർക്ക് പെർമിറ്റ് ആയിട്ട് വന്നതാട്ടോ. കാരണം ഞാൻ വന്നൊരു 8 months കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെ കൊണ്ടുവന്നു. വന്ന് ഒരു എത്ര മാസം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് കമ്പനി ഒരു 2-3 months വന്നപ്പോൾ കമ്പനി കിൻഡർ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ 1 വയസ്സ് മുതലേ നമുക്ക് കിൻഡർ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ തുടങ്ങാമെന്ന് പറയപ്പെടുന്നുണ്ട്. അത് പാരന്റ്സ് വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ എന്താ പറയാ വളരെ നേരത്തെ കിൻഡർ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യാം. അതായത് 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഒരു കറക്റ്റായിട്ട് പറയാന്ന് വെച്ചാല്, അതായത് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6ാമത്തെ വയസ്സിലാണ്. അപ്പൊ ഞങ്ങള് പിന്നെ ഇവനെ കിട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു കേട്ടോ. ഇവനെ ഞങ്ങള് പിന്നെ 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മതി, അല്ല 1 വയസ്സല്ല 2 വയസ്സായിട്ട് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ അത് കാരണം കൊണ്ട് അവന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്, ചേർത്തത് നമ്മള്. പിന്നെ ഞാൻ നനേശേട്ടൻ വന്ന് പറഞ്ഞല്ലോ 8 മാസം കഴിഞ്ഞപ്പോ ഞങ്ങള് മക്കളും നനേശേട്ടന്റെ കൂടെ തന്നെ പോന്നു. ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് നാള് വീട്ടിലിരിക്കുക തന്നെയായിരുന്നു. കാരണം കാശു വീട്ടിലുള്ളത് കാരണം കൊണ്ട് തന്നെ അവനെ തനിച്ചാക്കി എനിക്ക് എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഇവന് കിൻഡർ ഗാർഡൻ കിട്ടിയതിന് ശേഷമാണ് ഞാൻ നോഷ്കൂഷിന് ചേർന്നത്. അതായത് നോഷ്ക്ക് പഠിക്കാനായിട്ട് ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിയുടെ അണ്ടറിൽ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ എനിക്കൊരു 3 മാസത്തെ കോഴ്സ് കിട്ടി. 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് 3 മാസം കൂടെ ഞാനൊരു ഇന്റേൺഷിപ്പ് ചെയ്തു. അതായത് ഇവിടെ നോർവേയിൽ നമ്മള് ഞാൻ സ്കിൽഡ് വിസയിൽ വന്ന കാരണം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ലാംഗ്വേജ് നോർവീജിയാണ്. അതാണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജും ഇവരുടെ നാഷണൽ ലാംഗ്വേജും എല്ലാം അതാണ്. അപ്പൊ കൂടുതലും ഇവിടെ ഒരു ജോലി ഇപ്പോ സ്പൗസായിട്ട് വന്ന ഒരാൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് മസ്റ്റാണ്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇവള് ആദ്യം ഒരു 3 മാസത്തെ ലാംഗ്വേജ് കോഴ്സിന് പോയി. അതായത് അതിനൊക്കെ സപ്പോർട്ട് കിട്ടും കേട്ടോ നമുക്ക് ഇവിടുത്തെ ഗവൺമെന്റിന്റെ നാവ് എന്നാണ് പറയാ. അതായത് അങ്ങനെ നാവിന്റെ സപ്പോർട്ടിലാണ് എനിക്ക് നോഷ്കൂഷി കിട്ടിയത്. 3 മാസത്തെ കോഴ്സും 3 മാസം എനിക്കൊരു ഇന്റേൺഷിപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ഒരു കമ്പനിയിൽ എങ്ങനെയാണോ അതായത് നമ്മൾ ഒരു കമ്പനിയിൽ എങ്ങനെയാണോ അവിടെ ഉള്ളവർ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മളുടെ ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. കൂടുതലും കിൻഡർ ഗാർഡൻസിലൊക്കെയാണ് അങ്ങനെ കിട്ടുക. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് IT സപ്പോർട്ട് ആയിട്ടായിരുന്നു. ഞാൻ IT ആണ് പഠിച്ചത്. കമ്പ്യൂട്ടർ സയൻസ് ആയത് കാരണം എനിക്ക് IT സപ്പോർട്ട് ആയിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് അങ്ങനെ കോഴ്സോ അങ്ങനെ ഒന്നും കിട്ടിയില്ല.
അപ്പൊ പിന്നെ ഞാൻ തന്നെ നോഷ്കിന്റെ ഒരു എക്സാം എഴുതി കഴിഞ്ഞ് ഒരു A2 B1 ഒക്കെ ആയപ്പോ ഞാൻ തന്നെ എന്താ ജോലി സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് നാള് കിൻഡർ ഗാർഡൻസില് ഇതായിട്ട് പോയി, കിൻഡർ ഗാർഡൻ അസിസ്റ്റന്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതും നമ്മളെ തന്നെ ഇതുപോലെ നോഷ്ക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ വീണ്ടും നാവില് ചോദിച്ചിട്ട് ഞാൻ ഇപ്പൊ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഒരു കമ്പനിയിൽ ഇതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, എനിക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ല, ജോലിയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ഒരു കമ്പനിയിൽ വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതും ഇതുപോലെ നാവിന്റെ അണ്ടറിൽ തന്നെയാണ്, നാവ് തന്നെയാണ് നമുക്ക് കോൺട്രാക്ട് തരുന്നത്. അപ്പൊ അതിന്റെ അണ്ടറിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാസമാണ് എനിക്ക് ട്രെയിനിങ് ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് എന്താവും, അവിടെ വല്ല വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ജോയിൻ ചെയ്യാനും അതിനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അറിയില്ല, നോക്കണം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, കാശി ചിരിച്ചേ, അമ്മക്കുട്ടി ചിരിച്ചേ, ചിരിച്ചേ, കക്കട് വാവ് ചിരിച്ചേ, സുന്ദര കുട്ടാ കുട്ടാപ്പൂ. നമ്മൾ നോർവേയിലാണ് ഉള്ളതെങ്കിൽ ചെറുതായിട്ട് ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് ഈ വിന്ററിൽ ഒരു ചെറിയൊരു എന്താ പറയാ ഫണ്ണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ ഒന്നും പറ്റില്ല. ഇൻഡോർ സ്റ്റേഡിയംസ് ഒക്കെ വളരെ കുറവാണ്. ഇവരെന്താ വെച്ചാൽ ഇവര് വെതറിനനുസരിച്ചുള്ള കളികളാണ് ഇവിടെ. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഫുട്ബോൾ ഒന്നും കാണില്ല. ഇപ്പൊ ഒന്നെങ്കിൽ സ്കീയിങ് ഇത് കാണാം, അല്ലെങ്കിൽ സ്കേറ്റിംഗ് കാണാം. എല്ലാവരും മറ്റേ ഫുട്ബോൾ ഗ്രൗണ്ടുകളൊക്കെ ഇപ്പൊ ഐസ് ആക്കിയിട്ട് അവർ സ്കേറ്റ് ചെയ്യും. സ്കേറ്റിങ്ങിന് മറ്റേ എന്താ പറയാ, നമ്മൾ ഐസ് ഹോക്കി അതൊക്കെ അങ്ങനത്തെ കളികളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ട്രാക്കുകളൊക്കെ ഇത് ഇവിടുത്തെ ഏകദേശമുള്ള എല്ലാ സ്ഥലവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതായത് നമ്മളിപ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ കറങ്ങി അടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടേക്ക് തിരിച്ചെത്താനുള്ള രീതിയിലാണ് ഇതൊക്കെ കണക്റ്റഡ് ആണ്. അത് ഭയങ്കര ഒരു നെറ്റ്വർക്കാണ് ഈ ഒരു സ്കീ ട്രാക്സ് ഒക്കെ. ഇപ്പോൾ അതായത് ആൾക്കാർക്ക് ഇപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് നമ്മളിപ്പോ ഞങ്ങളുടെ വീടിന്റെ കുറച്ച് അപ്പുറത്താണ്, ഞങ്ങളൊരു 500 മീറ്റർ നടന്നു വന്നിട്ടാണ് ഇപ്പൊ ഈ ട്രാക്കിലേക്ക് എത്തിയത്. അപ്പൊ നമ്മളിഞ്ഞ് ഇതില് എന്താ പറയാ, നമ്മളിങ്ങനെ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല എക്സ്പേർട്സ് ആണെച്ചാല് ഇപ്പൊ നമ്മൾ ഇതിൽ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും കുറെ ആൾക്കാർ. അവരൊക്കെ എവിടുന്നോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ ഇടയിൽ തന്നെ നമുക്ക് കോഫി കുടിക്കാനുള്ള ചെറിയ ചെറിയ കഫേസ് ഉണ്ട്, അതായത് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല, ഇതിന്റെ ഇടയിൽ ഈ വഴിയിൽ ഉണ്ടെന്നാണ് നമ്മുടെ ഹൗസ് ഓണർ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഉണ്ടല്ലോ, ഈ സമ്മറിൽ ഇവർക്ക് വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇവര് കൂടുതലും സമ്മർ ആകുമ്പോ ഒരു ട്രിപ്പുകൾ പോവും. അതുപോലെ തന്നെ സമ്മർ ആയ ഇവര് ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റേ സൺബാത്ത്. അതാണ് ഇവരുടെ മെയിൻ പരിപാടി. ബാക്കി കൂടുതൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇവർക്ക് വിന്ററിലാ. അങ്ങനെ നമ്മൾ തിരിച്ച് പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി പുതിയ ആൾക്കാർക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഞാനത് എന്റെ സ്കീ കൈമാറ്റം ചെയ്യാൻ പോവുകയാണ്. സ്കീ ഷൂവും എല്ലാം കൈമാറ്റം ചെയ്യണം. അപ്പൊ നമുക്കത് നോക്കാം. ജിഫ്റ്റ് ട്രൈ ചെയ്യും, കിച്ചൺ ട്രൈ ചെയ്യും. നോക്കാം, നമുക്ക് എത്ര വീഴുന്നതെന്ന് നമുക്ക് നോക്കാം. അതെ, ജസ്റ്റ് പ്രോ എന്നാണ് ജസ്റ്റ് പറയുന്നത്. അതായത് വീണ് പ്രോ ആണ്, വീഴ്ചയിൽ പ്രോ ആണ്. കുരിപ്പറ വെക്കാണ്ട് വിട്ടെ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് എടുത്തട്ടോ, വീഡിയോ ഒക്കെ എടുത്തട്ടോ. അങ്ങനെ നോർവേയിൽ വന്നിട്ട് 3ാമത്തെ വർഷം കിച്ചുത് സ്കീയിങ് ട്രൈ ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. ഈ ആയിട്ട് സെറ്റാണോ? നമുക്ക് ഈ സ്നോയുടെ സ്വഭാവം അറിയില്ല, ഈ എന്താന്ന് അറിയില്ല. അപ്പൊ നമ്മളത് സെറ്റ് ആവാൻ വേണ്ടി നടക്കുക. അതുപോലെ ബലം പിടിക്കരുത് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞ നാട്ടിലൊരു ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൈ പിടിക്കാതെ കമ്പിമേ പിടിക്കാതെ ഒരു ബാലൻസ് ചെയ്യില്ല നമ്മൾ കണ്ടക്ടർമാരൊക്കെ, അതുപോലെ ഒരു ബാലൻസിങ് നമ്മൾ ചെയ്യണം. വടി വേണ്ടല്ലോ, ഇത് വേണ്ടല്ലോ. കമ്മണിയാണ് കേട്ടോ അമ്മേനെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അങ്ങനെ പിടിച്ചോ.
ഓക്കെ. ഇങ്ങനെയാണോ? മോൾക്ക് അങ്ങനെ പറ്റുമോ? അവള് ഭയങ്കര കേട്ടായിണ്ട്. അങ്ങനൊന്നും പറ്റില്ല. അങ്ങനെ പറ്റില്ല അമ്മക്ക്. പിന്നെ എണീക്കാൻ പഠിപ്പിക്കാൻ ഇത് മാത്രം നിന്നെ എണീക്കാൻ പറ്റുള്ളൂ. നോർവീജിയൻസ് മറ്റേ ജനിച്ച മുതൽ ആണ് കേട്ടോ ഈ സംഭവം പഠിക്കുന്നത്. നമ്മളിത് 30-ാം വയസ്സിലാണ് ഈ പരിപാടിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. സ്ലോ നല്ല പതുപത്താണ്, അതുകൊണ്ട് വല്ലാതെ വേദന ഒന്നും ഉണ്ടാവില്ല. വീട്ടിക്ക് നല്ല സൗണ്ട് ഒക്കെ ഉണ്ടാവും, പുതും പുതും എന്നൊക്കെ. പേടിയാവും, പക്ഷെ ഒന്നും പറ്റില്ലാന്ന് ഞാൻ വിചാരിക്കണു. പറ്റിയിട്ടില്ല, ഇനി നാളെ അറിയുള്ളൂ. ഓ, അടുത്ത ജിസ്റ്റങ്ങളാണ്. ജിസ്റ്റങ്ങളും കമ്പനിയും കൂടി ഇതാ പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. കമ്പനി നോക്ക്, ഏ അപ്പൊ ജിസ്റ്റങ്ങൾ പോകുന്നുണ്ടോ? ജിസ്റ്റങ്ങിന് പോവാനൊരു മടി, ഒരു ധൈര്യക്കുറവുണ്ട്. നമുക്ക് നോക്കാം. പതുക്കെ കുത്തിപ്പോന്നും വേണ്ട, പതുക്കെ കാരണം മൂവ് ചെയ്താൽ മതി. അങ്ങനെ മൂവ് ചെയ്ത് കമ്പനി പ്രോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കമ്പനി അങ്ങളുടെ അടുത്ത് പോയിരുന്ന ഒരു ഫോട്ടോ എടുത്തരാം. ഡാൻസ് ഒക്കെ തുടങ്ങിയ കമ്പനി അത്രയ്ക്ക് എക്സ്പേർട്ട് ആയോ? പൊക്കോ വേഗം പോയിട്ട് വാ. ഇവിടെ ഒരാള് ഭയങ്കര ഡാൻസ് ഒക്കെ കേട്ടോ, വീഴുന്നുണ്ട്, ഡാൻസും ഉണ്ട്, വീഴുന്നുണ്ട്. കാശി ചേച്ചി പോണു. കാശിക്കും പഠിക്കേണ്ടത് വരെ